നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു വൈഡ് വീനക്കാണ്. ഇതെൻ്റെ കസ്റ്റമർ നെക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോളാം പറഞ്ഞ കാരണം ഞാനപ്പോൾ ഒരു ഇൻ്റർനെറ്റിൽ നോക്കിയിട്ടൊരു റെഫറൻസ് പിക്ക് എടുത്തതാണിത്. അപ്പോൾ ഈ തുണി ഇതേപോലെ തന്നെ ഒരു നീലയും കോട്ടനൊക്കെ ആയതുകൊണ്ട് ഈ നെക്ക് ചേരുന്നുള്ളത് കൊണ്ട് ഞാനിത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്യാൻവാസിൽ നമുക്ക് നെക്ക് ചെയ്തെടുക്കണം അതിൻ്റെ പാറ്റേൺ. നമ്മുടെ കസ്റ്റമർക്ക് ഒരു 3.5ഉം 6ഉം ആയിട്ടാണ് അതിൻ്റെ വിഡ്ത്തും ലെങ്ത്തും വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനിത് ചെയ്തെടുക്കുകയാണ്. പാറ്റേൺ ചെയ്തിട്ടുണ്ട്. അടിഭാഗം കുറച്ച് കർവ് ചെയ്തപ്പോൾ ഒന്ന് വരച്ചെടുത്തപ്പോൾ തെറ്റിയെങ്കിലും പിന്നെ അത് നമ്മൾ പാറ്റേൺ ചെയ്താലും പ്രശ്നമുള്ളതല്ല. നമ്മൾ ഫ്രണ്ടിൽ ആ ഭാഗം കാണില്ല. ഞാനത് അയൺ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള വിഡ്ത്ത് നമ്മൾ 3.5 അടയാളപ്പെടുത്തിയിട്ട് അതിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് കൂടുതലുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് എഡ്ജൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ 3.5 കറക്റ്റായിട്ടുള്ള ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മെയിൻ പീസിന് നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമുക്കത് ഇങ്ങനെ വെച്ച് ഒന്ന് അറ്റാച്ച് ചെയ്യാം. സൈഡ് ചെരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതങ്ങനെ ഫസ്റ്റ് സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്തെടുത്തത്. പിന്നെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ സൈഡിൽ കൂടെ ക്യാൻവാസുമ്പോൾ കയറാണ്ട് കറക്റ്റ് അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എല്ലാവർക്കും അറിയണതാണ്. ഞാൻ അറിയാത്ത ആർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയണത്. പിന്നെ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് സൈഡ് അതിൻ്റെ 2 കോർണറുകൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യാനും എളുപ്പമാണ്. അതങ്ങനെ മറയുമ്പോഴും തീരെ കുഴപ്പമില്ലാത്ത രീതിയിലാവാൻ വേണ്ടിയിട്ട് 3 സൈഡിലും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഹെമ്മിങ് ചെയ്തെടുക്കണം. സാധാരണ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഹെമ്മിങ് ചെയ്യാറ്. പക്ഷേ ചില നെക്കുകൾ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഫ്രണ്ട് പോർഷൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഞാൻ ഹെമ്മിങ് ചെയ്യാറുണ്ട്. എന്നാലും അതൊന്ന് ഫിനിഷിംഗ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ റെഫറൻസ് പിക്കിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നെക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഹെമ്മിങ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള നല്ലൊരു